ഇനി നമ്മൾ പ്രധാനപ്പെട്ട നാലാമത്തെ വേദം പറയുന്ന പോയിന്റിലേക്ക് വരാം. ഈ നാലാമത്തെ പോയിന്റ് കൃതജ്ഞത പരിശീലിക്കലാണ്. മന്ത്രത്തിൽ ഇതിനെ ചിത്തങ്ങൾ അഥവാ സ്മൃതികൾ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ചിത്തങ്ങൾ, സ്മൃതികൾ എന്നാണ് മന്ത്രത്തിൽ അതിനർത്ഥം പറഞ്ഞിരിക്കുന്നത്. ഈ കൃതജ്ഞത പ്രകടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മൾ പറയല്ലോ വന്ന വഴി മറക്കരുത് എന്നൊക്കെ പണ്ടുള്ളവർ പറയും. അത് എന്ന് പറഞ്ഞാൽ ഒരാളെ മാത്രം കൃതജ്ഞതയായി ഓർക്കുക എന്നുള്ളതല്ല. നമ്മൾ വേദം പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടാകുന്നു. അപ്പോൾ വേദം എന്നത് നമ്മൾ സ്മരിക്കേണ്ട ഒന്നാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ അനുഗ്രഹങ്ങളെ നമ്മൾ ഓർത്തെടുക്കാൻ സാധിക്കണം. മനസ്സുകൊണ്ട് അതിന് നന്ദി പറയാൻ പറ്റുക. ഇത് ശീലാക്കണം. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടായപ്പോൾ, ജീവിതത്തിൽ ഒരു കാർമേഘം ഉണ്ടായപ്പോൾ, പഴയ കാലത്തൊക്കെയാണെങ്കിൽ കർക്കിടകം ഉണ്ടായപ്പോൾ എന്നൊക്കെ പറയാം, പക്ഷേ ഇപ്പം അങ്ങനെയൊന്നും പറഞ്ഞുകൂടാ. നമ്മുടെ ജീവിതത്തിൽ ഇരുട്ട് നമ്മെ മൂടിയപ്പോൾ നമ്മുടെ കൂടെ പ്രകാശവാന്മാരായി പ്രകാശപുഞ്ചമായി നിന്ന വ്യക്തികൾ, ആശയങ്ങൾ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലുണ്ടായ അനുഗ്രഹങ്ങൾ, ഇതൊക്കെ ഓർത്തെടുക്കുന്നതിനെയാണ് അഥർവത്തിൽ സ്മൃതികൾ എന്ന പദം ഉപയോഗിച്ചത്. ആ അനുഗ്രഹങ്ങളെ ഓർത്തെടുക്കുകയും അവയ്ക്ക് മനസ്സുകൊണ്ട് നന്ദി പറയുകയും ചെയ്യുന്നത് ഒരു ശീലമാക്കിയെടുക്കണം. ഒരു പുസ്തകം എടുത്ത് എല്ലാ ദിവസവും കിടക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ ജീവിത ചുറ്റുപാടുകളിലുണ്ടായ അനുഗ്രഹങ്ങൾ, ഓരോ വ്യക്തികളും നമ്മളിലുണ്ടാക്കിയ മാറ്റങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മോശമായ സാഹചര്യത്തിൽ മോശം തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോയപ്പോൾ നമ്മളെ കൂടെ താങ്ങും തണലുമായി നിന്ന് നമ്മുടെ ജീവിതത്തിന് ഒരു പ്രകാശം പരത്തിയെടുക്കാൻ സാധിപ്പിച്ചിരുന്ന വ്യക്തികൾ, അവരില്ലായിരുന്നെങ്കിൽ നമ്മളൊരു പക്ഷേ ഇന്ന് ഈ നിലയിലെത്തുമായിരുന്നില്ല. അതിനുവേണ്ടി നമുക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എന്നൊക്കെ പുതിയ ഭാഷയിൽ പറഞ്ഞാൽ പറയും. നമ്മളൊരു നന്ദി, നമ്മുടെ കൃതജ്ഞത നമ്മളൊരു പുസ്തകത്തിൽ എഴുതുക. അനുഗ്രഹങ്ങൾ ഒരു പക്ഷേ വളരെ ചെറുതായിരിക്കും കേട്ടോ, പക്ഷേ അത് കണ്ടെത്തി ആ ചെറിയ അനുഗ്രഹങ്ങളെ വരെ ചികഞ്ഞ്, കോഴി എങ്ങനെയാണ് ചകഞ്ഞ് അതുപോലെ കണ്ടെത്തി നന്ദി പറയാം. ഇത് മനഃശാസ്ത്രജ്ഞൻ്റെ മേഖലയിൽ പറയുന്നത് എന്താണെന്നറിയോ? ഇറ്റ്സ് ആൻ ആൻറ്റിഡോട്ട് ടു ഡിസാറ്റിസ്ഫാക്ഷൻ. അസംതൃപ്തിക്കുള്ള ഏറ്റവും നല്ല മരുന്ന്, മറുമരുന്ന്, ആൻറ്റിഡോട്ട് ടു ഡിസാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് കൃതജ്ഞത രേഖപ്പെടുത്തുക എന്നതാണ്. നമ്മൾ കടന്നു വന്ന വഴിയിലൂടെ ഒരിക്കൽ കൂടി പിറകോട്ട് പോകുമ്പോൾ ജീവിതത്തിൽ നമുക്ക് മാറ്റമുണ്ടാക്കാൻ സാധിച്ച വ്യക്തികൾ, ആശയങ്ങൾ മുറുകെ പിടിക്കണം. അവരോട് നന്ദി പ്രകടിപ്പിക്കുന്ന അങ്ങനെയാണ്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റം ഉണ്ടാക്കിയത് വേദങ്ങളാണ്. അതുകൊണ്ട് വേദം കഴിഞ്ഞ് ഞാൻ മറ്റെന്തും ആലോചിക്കും. വേദം കഴിഞ്ഞ് എനിക്ക് മറ്റെന്തും ഉള്ളൂ. കാരണം അതെൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കി എന്നുള്ളതുകൊണ്ട് നിങ്ങളോട് തുറന്നു പറയാലോ. പല വഴികളിലൂടെ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ടാവും, പക്ഷേ എങ്കിൽ ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റത്തിന് കാരണമായത് വേദങ്ങളാണ്, വേദമൂർത്തിയാണ്, വേദമാതാവാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം കടന്നുപോയ എല്ലാ വഴികളും ഞാൻ എപ്പോഴും ഓർക്കുകയും അതിലെപ്പോഴും നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്യും. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.